ഞാൻ ഈശ്വരമംഗലത്ത് നിന്ന് ഇറങ്ങിയതിന് ശേഷം എന്നെ അന്വേഷിച്ച് നടക്കുകയാണെന്നും ഇപ്പൊ ദുഃഖം സഹിക്കാൻ വയ്യെന്നുമാണല്ലോ പറഞ്ഞത്. എന്നിട്ടാണോ ഇപ്പൊ എന്റെ മുഖം പോലും കാണണ്ടെന്ന് അവൻ പറഞ്ഞത്? സത്യം പറയല ഗൗതം, ഞാൻ ഉള്ളത് മുഖത്ത് നോക്കി പറയും. ബാക്കിയുള്ളവര് നന്നായിട്ട് അഭിനയിക്കും. ഓഫീസിൽ അധികാരത്തിന്റെ കാര്യം വന്നപ്പോ ചേട്ടൻ എന്ന സെന്റിമെന്റ്സ് ഒക്കെ അങ്ങ് കളഞ്ഞു. ഒറ്റയടിക്ക് പ്ലേറ്റ് മാറ്റി. ഈ മുഖം പോലും കാണണ്ട എന്നങ്ങ് പ്രഖ്യാപിച്ചു. നീ പറയുന്ന മുഴുവൻ കള്ളാണെന്ന് എനിക്കറിയാം. കള്ളോ? ഞാൻ എന്റെ കുഞ്ഞുങ്ങളുടെ മേലെ കൈവച്ച് സത്യം ചെയ്യാം. എന്റെ തലയിൽ കൈവച്ച് സത്യം ചെയ്യാം. വേണമെങ്കിൽ ഗൗതമിന്റെ തലയിൽ കൈവച്ച് സത്യം ചെയ്യാം. ഈ മുഖം കാണണ്ടെന്ന് പറഞ്ഞു തന്നെയാ പ്രണവ് വെളിയിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഞാനെന്തിനാ സത്യം ചെയ്യുന്നത്? വാ, എന്റെ കൂടെ വാ പുറത്തേക്ക്, ഞാൻ കാണിച്ചു തരാം. വാ ഗൗതം, വാ. അനിയൻ അവിടെ നിൽക്കുന്നത് കണ്ട് ബോധ്യപ്പെടും. ദേഷ്യം പിടിച്ച് ഗൗതം പ്രണവിന്റെ അടുത്തേക്കൊന്ന് പോകാതിരുന്നാ മതിയായിരുന്നു. ഗൗതം എങ്ങാനും പ്രണവിന്റെ അടുത്തേക്ക് പോയാ എന്റെ കാര്യം കട്ടപ്പുകയാ. നോക്ക്, ദൈവമേ, ആ പ്രണവ് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയേക്കല്ലേ. അധിക നേരം ഇവനെ ഇങ്ങനെ നിർത്തുന്നത് അപകടം. എന്തിനാ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? കണ്ടു മതിയായില്ലേ? നോക്ക്, ഈ ചേട്ടന്റെ മുഖം പോലും കാണണ്ടെന്ന് പറഞ്ഞ ആളാ നിൽക്കുന്നേ. സഹിക്കുന്നില്ലെങ്കിൽ ചെന്നൊന്ന് സ്നേഹിച്ചിട്ട് വന്നേ.